ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ പച്ചരി ഈസ്റ്റൊക്കെ വെച്ചിട്ട് വെറൈറ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ പൂരിക്കൊക്കെ പകരം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നമുക്ക് രാവിലെയോ വൈകുന്നേരം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് പെട്ടെന്ന് വീഡിയോ കണ്ടു നോക്കാം. നമ്മുടെ ചാനലിൽ ഗിവ് അവേ നടക്കുന്ന കാര്യം അറിയാമല്ലോ. അപ്പം ഈ ഒരു വീഡിയോയും കൂടി ഉണ്ടോ നമ്മുടെ ഗിവ് അവേൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ കാര്യം മറക്കണ്ട. ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ള പച്ചരി നല്ലപോലെ കഴുകി ഊറ്റിയതിന് ശേഷം ചേർത്ത് കൊടുക്കുക കേട്ടോ. 1/2 കപ്പ് പച്ചരിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് 1.5 കപ്പ് അളവിൽ പാൽ വേണം കേട്ടോ. അതൊരു ഇളം ചൂട് പാലാണെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും നല്ലത്. അതൊന്ന് ചേർത്ത് കൊടുക്കാം. ഒരു ഇളം ചൂടിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് 1/2 കപ്പ് ചേർത്തിട്ട് നല്ലപോലെ അരച്ചതിന് ശേഷം ബാക്കി പാൽ ചേർത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ അരിയൊക്കെ അരിഞ്ഞ് കിട്ടാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ഉണ്ടോ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ടീസ്പൂൺ വരെ ചേർക്കാം. ഒന്നും കൂടി കുറച്ചൊരു മധുരം ഉണ്ടാവും. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നിങ്ങൾ ഒരു പാകത്തിനനുസരിച്ച് ഉപ്പ് ചേർക്കാം കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 ടീസ്പൂൺ അളവിൽ ബട്ടറാണ് കേട്ടോ. ഇനി ഓയിലാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. ബട്ടറാകുമ്പോൾ ഒന്നും കൂടി ഒരു ടേസ്റ്റ് കൂടുതലായിരിക്കും. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിലാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ ഡയറക്റ്റ് തന്നെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നതേ ഉള്ളൂ. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. മുട്ടൊക്കെ നല്ലപോലെ മിക്സ് ആവാൻ വേണ്ടിയിട്ട് വിസ്കറ്റ് വെച്ചിട്ട് ബീറ്റ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പം സ്പൂൺ വെച്ചിട്ടാണെങ്കിലും പ്രശ്നമില്ല, കുറച്ച് സമയം എടുക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ വിസ്ക് വെച്ചിട്ടൊന്ന് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യേണ്ട കാര്യം മറക്കല്ലേ. അപ്പോൾ ഇതെല്ലാം നല്ലപോലെ മിക്സായി കിട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് 2 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1 കപ്പ് ഞാൻ ഫസ്റ്റ് തന്നെ നല്ലപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് മൊത്തമായിട്ട് നല്ലപോലെ മിക്സ് ആയതിന് ശേഷം നമ്മൾ അടുത്തത് കുറച്ചായിട്ടൊന്ന് ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അങ്ങനെ കുറച്ച് ചേർത്തിട്ട് മിക്സ് ആക്കി എടുക്കുമ്പോഴാണ് നല്ലപോലെ മിക്സായിട്ട് കിട്ടാനും നല്ല ഈസിയാണ്. അതുപോലെ നമുക്ക് ഒരു മൈദൻ്റെ ഒരു അളവ് കറക്റ്റ് മനസ്സിലാക്കാമല്ലോ. അപ്പം ഞാനിവിടെ ബാക്കി പകുതി ചേർത്തിട്ടാണ് മിക്സ് ആക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 2 കപ്പിൽ കുറച്ചും കൂടി കൂടുതൽ ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടി 1-2 ടേബിൾ സ്പൂണും കൂടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഏകദേശം നമുക്കൊരു ചപ്പാത്തി മാവിൻ്റെ അത്ര ഒരു കട്ടി വേണ്ട, എന്നാൽ ആ ഒരു രീതിക്ക് കിട്ടുന്ന ഒരു മാവാണ് കേട്ടോ വേണ്ടത്. ഏകദേശം ഇതുപോലെ ഒന്ന് ഞാൻ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ചൊന്ന് എണ്ണ തടവി ഒരു 1/2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. 1/2 മണിക്കൂറേ ഞാൻ വെച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഇതാ നല്ല പോലെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഒന്ന് നല്ലപോലെ ഉരുട്ടിയെടുത്തതിന് ശേഷം ചെറിയ ബൗൾസ് ആക്കിയിട്ട് മാറ്റണം കേട്ടോ. ഏകദേശം ഒരു ചെറിയ ബൗൾസ് ആക്കിയിട്ടാണ് ഞാൻ മാറ്റിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വലുതായിട്ട് ചെയ്യണമെങ്കിൽ ബട്ടൂരൊക്കെ പോലെ നല്ല വലുപ്പത്തിൽ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഞാൻ ഏകദേശം ചെറുതാക്കിയിട്ടാണ് ഇവിടെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഈസി ഉണ്ടല്ലോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കയ്യിൽ വെച്ച് തന്നെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. കൈ വെച്ചിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് പരത്തി കൊടുത്താൽ മതിയാവും കേട്ടോ. എന്നിട്ട് നമ്മൾ നല്ലപോലെ എണ്ണയിലിട്ടിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട, എന്നാലും ലോ ഫ്ലെയിമിലും അല്ല, ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിൽ അത്യാവശ്യം ചൂട് വേണം കേട്ടോ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇന്ന് ഏകദേശം ഒരു ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. നല്ല ഈസിയാണ് നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഓവർ പരത്തിയൊന്നും ബുദ്ധിമുട്ടാവേണ്ട ആവശ്യമില്ല. ഇനി കുഴച്ചെടുക്കാനാണെങ്കിലും നമ്മൾ നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് റോൾ ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. ചിക്കൻ കറീൻ്റെ ഏത് കറീൻ്റെ കൂടെ കഴിക്കാനും ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. വെജിറ്റബിൾ കറി ആണെങ്കിലും ഇനി എഗ് റോസ്റ്റ് ആണെങ്കിലും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇത് കറിയൊന്നും ഇല്ലാതെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. കണ്ടില്ലേ, നല്ല ഫ്ലഫി ആയിട്ടാണ് ഇരിക്കുന്നത്. ഉള്ളിൽ നല്ല സോഫ്റ്റും പുറം അതുപോലെ കുറച്ചൊരു ക്രിസ്പി ആയിട്ടുള്ളൊരു പലഹാരം തന്നെയാണ് കേട്ടോ. അപ്പോൾ അറിയാലോ, ഇത് നമ്മൾ ഗിവ് അവേൻ്റെ വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മളെ റിസൾട്ട് ഉടനെ തന്നെ ഉണ്ടാവും കേട്ടോ. ഓവർ ലേറ്റ് ആക്കൊന്നുമില്ല. നമ്മൾ ഓരോ വീഡിയോന്നും ഓരോ വിന്നറായിരിക്കും ഉണ്ടാവുക. കമൻറ്റ് പിക്കർ വെച്ചിട്ടാണ് നമ്മൾ കമൻറ്റ് പിക്ക് ചെയ്തിട്ട് വിന്നർ സെലക്ട് ചെയ്യുന്നത്. ലൈവ് വരാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ലൈവ് വന്നിട്ടായിരിക്കും കേട്ടോ വിന്നർ സെലക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാനൊരു വീഡിയോ ആയിട്ട് തന്നെ സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിലും നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ. താങ്ക് യു.